ലോകത്തിൽ ആകമാനം മിഷണറി യുഗം എന്ന് അറിയപ്പെടുന്ന ഒരു നൂറ്റാണ്ടാണ്. 1839 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് മലബാറിൽ ആദ്യ ബാസൽ മിഷണറി ഡോക്ടർ ഹെർമാൻ ഗുണ്ടർട്ട് പത്നി സമേതനായി എത്തിച്ചേർന്നത്. അതിനുശേഷം കണ്ണൂരും ചോമ്പാലയും കോഴിക്കോടും കൊടക്കൽ, പാലക്കാട്, വാണിയംകുളം എന്നീ പ്രധാന സ്റ്റേഷനുകൾ സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ പലപ്പോഴും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി എന്താണ് എന്ന് അറിയാത്തവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. അവരാരായിരുന്നു, അവരെന്തിനാണ് ഇവിടെ വന്നത്, അവരുടെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ നമുക്ക് അവസരമുണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ വേണ്ട വിധം ശ്രമിച്ചില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു കുറവായിട്ട് അല്ലെങ്കിൽ ന്യൂനതയായിട്ട് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നാം നടത്തുന്ന ഈ സംരംഭം ആ ഒരു ന്യൂനത പരിഹരിക്കുവാനുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം നമ്മളെല്ലാവരും വേണ്ട വിധത്തിൽ അതിനെ ഉപയോഗിക്കണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ബാസൽ മിഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തിനാണ് ബാസൽ മിഷൻ ഉണ്ടായത്, എങ്ങനെയാണ് ബാസൽ മിഷൻ ഉണ്ടായത്, കൂടാതെ എങ്ങനെയാണ് അവർ ഇവിടെ വന്നത്, മലബാറിൽ വന്നത്, അവർ ഇവിടെ എന്തെല്ലാം ചെയ്തു. പലപ്പോഴും നമുക്കൊരു ഓവറോൾ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ കൂടിയും എന്താണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം, അവർ എത്ര വർഷം ഇവിടെ ജോലി ചെയ്തു, എന്തെല്ലാം അവർ ചെയ്തു, സമൂഹത്തിന് വേണ്ടി അവർ എന്തെല്ലാം ചെയ്തു. സ്കൂളുകളുണ്ടാക്കി, നെയ്ത്തുശാലകളുണ്ടാക്കി, ഓട്ടു കമ്പനികളുണ്ടാക്കി, അതുപോലെ ഒരു ഹോമോജീനിയസ് കമ്മ്യൂണിറ്റിയാണോ ഹെക്ടറോജീനിയസ് കമ്മ്യൂണിറ്റിയാണോ അവരുണ്ടാക്കിയത്. ഇതെല്ലാം വലിയ നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി ആരംഭിക്കുവാനുള്ള കാരണം എന്താണ്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്താണ്, ഭാരതത്തിൽ ഈ പ്രത്യേകിച്ച് മലബാറിൽ ബാസൽ മിഷൻ എവിടെയൊക്കെ പ്രവർത്തിച്ചു, ഏതെല്ലാം സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു, എത്ര വർഷം, ഏത് വർഷമാണ് ആരംഭിച്ചത്. കോഴിക്കോട്, മലബാറിൻ്റെ കേന്ദ്രമായ കോഴിക്കോട് ബാസൽ മിഷൻ ഇടവക എന്നാണ് സ്ഥാപിച്ചത്, ആരാണ്, എന്നാണ് അവിടെ ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ചത്, ആ പള്ളി, ദേവാലയം എന്നാണ് ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടത്, ആരെല്ലാമാണ് അതിൽ കഠിനമായ അധ്വാനം ചെയ്തത്, ആരുടെ കാലത്തായിരുന്നു ആ ദേവാലയം ഉണ്ടായത്, അല്ലെ മണിഗോപുരം എപ്പോഴാണ് ഉണ്ടായത്. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മലബാറിൽ അവർ ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു, അതിൽ തദ്ദേശീയരുടെ പ്രതികരണം എന്തായിരുന്നു. നമ്മൾ മിഷണറിമാരെക്കുറിച്ച് പറയുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമ്പോൾ അതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ള ആളുകൾ എത്രമാത്രം അവരെ സഹായിച്ചു, അല്ലെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ തദ്ദേശീയരായ ആളുകളുടെ, നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാരുടെ സഹായം അവരെത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുവാനും ഒരു ശ്രമം ആവശ്യമാണ്. കൂടാതെ മലബാറിലെ സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ബാസൽ മിഷൻ്റെ പ്രവർത്തനങ്ങൾ മൂലം എത്ര സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ശാക്തീകരണത്തിന് അവരെന്ത് വില കൊടുത്തു, അല്ലെങ്കിൽ അവരെന്താണ് അവരതിനുവേണ്ടി ചെയ്തത്. 1947 ദക്ഷിണേന്ത്യാ സഭ ഉണ്ടായപ്പോൾ SIUC മലബാർ കൗൺസിൽ എന്തിനാണ് ചേർന്നത്, അത് എവിടെ വെച്ചാണ് ആ തീരുമാനം ഉണ്ടായത്, അത് കോഴിക്കോട് വെച്ചാണ് തീരുമാനം ഉണ്ടായത്. 1919 ഒക്ടോബർ മാസത്തിൽ സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചേർച്ചിൻ്റെ ജനറൽ ബോഡി സമ്മേളിച്ചത് നമ്മുടെ കോഴിക്കോട് പട്ടണത്തിലായിരുന്നു, നമ്മുടെ കത്തീഡ്രൽ കോമ്പൗണ്ടിലായിരുന്നു. അവിടെ വെച്ചാണ് CSI അല്ലെങ്കിൽ ദക്ഷിണേന്ത്യാ സഭയുടെ ഐക്യ സംരംഭത്തിൽ തങ്ങളും ചേരാമെന്ന് SIUC തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാസൽ മിഷൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഓരോ സെമിനാറും നിങ്ങൾ ഹൃദയംഗമായി പങ്കെടുക്കൂ, ഹൃദയംഗമായി നിങ്ങളുടെ ചോദ്യങ്ങൾ ഉയർത്തൂ, ഉത്തരം നമുക്ക് എല്ലാവർക്കും കൂടി കണ്ടെത്താം. നിങ്ങളേവരെയും ബാസൽ മിഷൻ സ്റ്റഡി സെൻറ്റർ എന്ന പേരിൽ കത്തീഡ്രൽ പാസ്റ്ററേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ ഒരു ഉദ്യമത്തിൽ പങ്കുചേരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.